നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുടുംബത്തിനുമെതിരെ കടുത്ത വധഭീഷണിയുമായി ഇറാൻ. ട്രംപിനെയും കുടുംബാംഗങ്ങളെയും അമേരിക്കൻ ദേശീയപതാക പുതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ചിത്രീകരിക്കുന്ന ഭീമാകരമായ പുതിയ ബാനറാണ് മധ്യ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കത്തിയെരിയുന്ന വൈറ്റ് ഹൗസിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ബാനറിൽ ട്രംപിനൊപ്പം പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാൻക, ഡോൺ ജൂനിയർ, എറിക്, ടിഫാനി, ബാരൻ ട്രംപ് എന്നിവരുടെ ചിത്രങ്ങളുമുണ്ട്. പേർഷ്യൻ ഭാഷയിൽ രക്തത്തിന് രക്തം എന്ന കടുത്ത മുദ്രാവാക്യമാണ് ഈ ബാനറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. US പ്രസിഡന്റിനെതിരെ ഇത്തരമൊരു ബോർഡിലൂടെ ഇറാൻ പരസ്യമായി ഭീഷണി മുഴക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ഇതിനു മുൻപ് മധ്യ ടെഹ്റാനിലെ എംകലാബ് സ്ക്വയറിൽ ട്രംപ് ഒരു കറുത്ത ശവപ്പെട്ടിയിൽ കിടക്കുന്നതായി കാണിക്കുന്ന മറ്റൊരു ബിൽബോർഡും ഇറാൻ സ്ഥാപിച്ചിരുന്നു. പൊതുവിടങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ആശയവിനിമയത്തിനുള്ള ആയുധമായി ഇറാൻ പണ്ട് മുതലേ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടെ US ഇസ്രായേൽ സഖ്യസേനയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ തന്ത്രം ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ വിശാലമായ ദൃശ്യ ആശയവിനിമയ തന്ത്രത്തിന്റെ ഭാഗമായി വിപ്ലവകരമായ ചിത്രങ്ങളും യുദ്ധസ്മാരകങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭീമാകാരമായ ബിൽബോർഡുകൾ ടെഹ്റാനിലെ ഏറ്റവും തിരക്കേറിയ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചു വരികയാണ്. തുറന്ന ഒരു കറുത്ത ശവപ്പെട്ടിയിൽ നിന്ന് ട്രംപിന്റെ ശരീരം പുറത്തേക്ക് കാണുന്ന രീതിയിലായിരുന്നു മുൻപൊരു ഹോർഡിംഗ് സ്ഥാപിച്ചിരുന്നത്. ടെഹ്റാനിലെ വലിയസർ സ്ക്വയറിലുള്ള ഇത്തരം വലിയ ചുവർചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള ഓവ്ജ് ആർട്സ് ആൻഡ് മീഡിയ ഓർഗനൈസേഷനാണ്. തന്റെ പിതാവും ഇറാന്റെ മുൻ പരമോന്നത നേതാവുമായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പകരം പ്രതികാരം തീർച്ചയായും നടപ്പാക്കുമെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തങ്ങളുടെ കിടക്കളിൽ സമാധാനത്തോടെ കിടക്കില്ലെന്നും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി വെല്ലുവിളിച്ചു. ഈ പ്രതികാരം നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, അത് തീർച്ചയായും നടപ്പാക്കുക തന്നെ ചെയ്യും. മുകളിൽ നിന്ന് താഴെ വരെയുള്ള പേരുകൾ വ്യക്തമായി അറിയാവുന്ന ഈ കുറ്റവാളികൾ തങ്ങളുടെ കിടക്കകളിൽ കിടന്ന് സമാധാനത്തോടെ മരിക്കുക എന്ന നടക്കാത്ത ആഗ്രഹവും പേറിയാകും ഇവർ കല്ലറകളിലേക്ക് പോവുക. ഇത് എൻ്റെയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ വ്യക്തിപരമായ സാന്നിധ്യത്തെ ആശ്രയിച്ചല്ലിരിക്കുന്നത് എന്നും അവർ അറിഞ്ഞിരിക്കണമെന്നും മുജ്തബ ഖമേനി തൻ്റെ ടെലിഗ്രാം ചാനലിൽ കുറിച്ചു. അതേസമയം ഇറാന് മേൽ വലിയ തോതിൽ ബോംബാക്രമണം നടത്താൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. മാധ്യമങ്ങളോട് സംസാരിക്കവേ താൻ വളരെ കാലമായി ഇറാന്റെ പട്ടികയിലുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇറാൻ സൈനിക കമാൻഡർ കാസിം സുലൈമാനി വധിച്ച ആക്രമണത്തിന് ട്രംപ് ഉത്തരവിട്ടതു മുതൽ അദ്ദേഹം ഇറാന്റെ പ്രധാന ലക്ഷ്യമാണ്. അടുത്തിടെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ട്രംപ് തന്റെ യാത്രാ പദ്ധതിയിൽ പെട്ടെന്ന് മാറ്റം വരുത്തിയിരുന്നു. പ്രസിഡന്റ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്ന് വൈറ്റ് ഹൗസും പിന്നീട് സമ്മതിക്കുകയുണ്ടായി. ഇറാനെതിരായ വിപുലമായ സൈനിക നീക്കം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ അമേരിക്ക ഡസൻ കണക്കിന് റീഫ്യൂവലിംഗ് വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് അയക്കുമെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുതിർന്ന അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണങ്ങൾക്ക് നേരിട്ട് ഉത്തരവിട്ടേക്കുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ടെൽ-അവീവിന് സമീപമുള്ള ബെൻ ഗുറിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30ഓളം റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകളുണ്ട്. ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും ഇത്രയും വിമാനങ്ങളാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഈ വിമാനങ്ങളെ സ്വീകരിക്കാൻ ഇസ്രായേൽ സർക്കാരിനോട് US ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മേഖലയിലെ മറ്റു താവളങ്ങളെ അപേക്ഷിച്ച് ബെൻ ഗുറിയൻ വിമാനത്താവളം ഇറാൻ ആക്രമണ ഭീഷണി കുറവായതിനാൽ അവിടെ നിന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് US സൈന്യം പദ്ധതിയിടുന്നത്. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും നടത്തുന്ന ആക്രമണങ്ങൾക്കപ്പുറം ഇറാനിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെക്കുന്ന രീതിയിൽ സൈനിക നീക്കം വിപുലീകരിക്കാനാണ് പരിഗണനയുള്ളത്.